അങ്ങനെ നമ്മുടെ നന്ദു അനിയോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എത്രയും പെട്ടെന്ന് നവീനായിട്ട് അവരുടെ വീട്ടുകാരെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പെണ്ണ് ചോദിക്കാൻ വരും, ഇനി ഞാൻ എന്താ ചെയ്യുക പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ സമാധാനത്തിൽ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിയും നന്ദുവിനെ ബീച്ചിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദു അനിയോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ അനി ചെയ്യുക, നമ്മൾ അങ്ങനെ നവീനേട്ടനോട് എതിർക്കാൻ പറ്റില്ലല്ലോ, കാരണം നമുക്ക് രണ്ടാൾക്കും ഒരുപാട് സഹായം ചെയ്തതല്ലേ, നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുകയല്ലേ. നീ ഒന്ന് ആലോചിച്ച് നോക്കാം, നീ കോടതിയിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങി വന്നത് നവീനേട്ടൻ്റെ മിടുക്കൊണ്ടല്ല, ഇല്ലെങ്കിൽ നീയും നിൻ്റെ വീട്ടുകാരും ഇപ്പോൾ ജയിലിലാവില്ലേ. ഇപ്പം നമ്മൾ അതുകൊണ്ട് നവീനേട്ടനോട് കടപ്പെട്ടിട്ടേ പറ്റൂ, അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ പറയുന്നത്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് ഇനി നന്ദുവിന് എന്തെങ്കിലും ഇത്തിരി പിണക്കുണ്ടെങ്കിൽ ഈ കല്യാണം ആലോചനയിൽ എന്തായാലും നമ്മൾ നയനേനെയും ആദർശിനെയും വിളിച്ച് അറിയിക്കുക, അപ്പോൾ അവർ സമാധാനിപ്പിച്ചോളൂ എന്ന് പറയുന്നത് നമ്മുടെ കനകോട്. എന്തായാലും കനക ആയിക്കോട്ടെ ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ നവീൻ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് നന്ദു ഇല്ലാത്ത സമയത്ത്. അപ്പോൾ ആ പോലീസുകാരൻ നവീനോട് പറയുന്നുണ്ട് ആ പയ്യന് മാഡച്ച വലിയ ജീവനാണ്, ആ മാഡത്തിന് വേണ്ടി ആ പയ്യൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അതേപോലെ മാഡം ആരുടെ മുന്നിലും തലം കുനിയാത്തതാണ്, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് മാഡം എന്ത് വേണമെങ്കിലും ചെയ്യും, രണ്ടാളും തമ്മിൽ വലിയ സ്നേഹത്തിലാന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നവീനാണെങ്കിൽ ആകെ വിഷമമുണ്ട്. എന്തായാലും നവീനും ബീച്ചിൽ പോണ സമയത്ത് നമ്മുടെ അനിയും നന്ദുമായിട്ട് കൈ പിടിച്ച് നടക്കണമെന്നൊക്കെ കാണുന്നുണ്ട്. അവ മനസ്സുകൊണ്ട് വിചാരിക്കേണ്ടത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന്. എന്തായാലും ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.